വളരെ പ്രിയങ്കരിയായ അഭിനേത്രിയാണ് മഞ്ജു വാര്യർ. സിനിമയിൽ തിളങ്ങി നിന്ന സമയത്താണ് മഞ്ജു ദിലീപിനെ വിവാഹം കഴിച്ചതും സിനിമാ ലോകത്ത് നിന്നും നടി വിട്ടുനിൽക്കുന്നതും. ശേഷം 14 വർഷങ്ങൾക്ക് ശേഷമാണ് മഞ്ജു തിരിച്ചെത്തിയത്. ഇന്ന് ഒരുപാട് സ്ത്രീകൾക്ക് ഒരു പ്രചോദനമായി മാറിയ വ്യക്തി കൂടിയാണ് മഞ്ജു വാര്യർ. മഞ്ജുവിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ വളരെ പെട്ടെന്നാണ് വൈറലായി മാറുന്നത്. ഇപ്പോഴിതാ മുൻപൊരു അഭിമുഖത്തിൽ താരം പറഞ്ഞ വാക്കുകളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. നടിയുടെ ഫാൻസ് പേജുകളിലെല്ലാം ഈ വീഡിയോ പ്രചരിക്കുകയാണ്. തന്നെ ജീവിതത്തിൽ ഏറ്റവും അധികം സ്വാധീനിച്ച പുരുഷൻ ആരാണ് എന്ന ചോദ്യത്തിന് മഞ്ജു വാര്യർ നൽകിയ ഉത്തരമാണ് ഇപ്പോൾ വീണ്ടും വൈറലായി മാറുന്നത്. ഒരു പ്രമുഖ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു മഞ്ജു വാര്യർ മനസ്സു തുറന്നത്. തന്റെ ജീവിതത്തിലും കരിയറിലും ഏറ്റവും സ്വാധീനിച്ച പുരുഷൻ തന്റെ അച്ഛൻ ആണെന്നാണ് മഞ്ജു വാര്യർ പറയുന്നത്. അച്ഛന്റെ മരണം കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിലായിരുന്നു ലൂസിഫറിന്റെ ഷൂട്ടിംഗ്. അച്ഛന്റെ ചിത കത്തിക്കുന്ന സീനൊക്കെ വളരെ വികാരപരമായിട്ടാണ് അഭിനയിച്ചത്. എന്റെ ജീവിതത്തിലും കരിയറിലും ഏറ്റവും സ്വാധീനിച്ച പുരുഷൻ അച്ഛനാണ്. എല്ലാവരുടെയും ജീവിതത്തിലും നമ്മൾ പോലും അറിയാതെ സ്വാധീനിക്കുന്നയാൾ അച്ഛൻ തന്നെയാകും. അച്ഛന്റെ മരണം ഒരിക്കലും റിക്കവർ ചെയ്യാനാകാത്ത ഒരു വിഷമം തന്നെയാണ്. അന്നും ഇന്നും ആ വിഷമം അതുപോലെ തന്നെ ഉണ്ടെന്നും മഞ്ജു വാര്യർ പറയുന്നു. താൻ പാചകമൊന്നും ചെയ്യാറില്ലെന്നും മഞ്ജു വ്യക്തമാക്കിയിരുന്നു. അഭിമുഖത്തിന്റെ ഭാഗമായി കോഴിമുട്ടയിൽ പ്രിയപ്പെട്ട ഒരാളുടെ മുഖം വരയ്ക്കാൻ മഞ്ജുവിനോട് അവതാരക ആവശ്യപ്പെട്ടിരുന്നു. താൻ ഇതാണ് എപ്പോഴും വരയ്ക്കാറുള്ളതെന്ന് പറഞ്ഞ് ഒരു മുഖം നടി വരച്ചു. തന്റെ കുക്കിംഗ് മാത്രമല്ല വരയും മോശമാണെന്നും കോഴിക്കറി വെക്കാൻ പോലും തനിക്ക് അറിയില്ലെന്നും മഞ്ജു സൂചിപ്പിച്ചു. മഞ്ജു മുഖം വരച്ച മുട്ടകൾ കയ്യിൽ വെച്ചുകൊണ്ട് കൂടോത്രം ചെയ്യാമെന്ന് അവതാരക പറഞ്ഞപ്പോൾ അതിലൊന്നും തനിക്ക് വിശ്വാസമില്ലെന്നായിരുന്നു നടിയുടെ ഉത്തരം. ഈ മുട്ട വീട്ടിൽ കൊണ്ടുപോയി ഓംലേറ്റ് അടിച്ച് ഇഷ്ടമല്ലാത്ത ആൾക്ക് കൊടുക്കണമെന്ന് ഇതിന് മറുപടിയായി അവതാരക പറഞ്ഞു. എന്നാൽ കൂടോത്രത്തിന്റെ ആവശ്യമൊന്നുമില്ലെന്നും അതിന് പകരം ഞാൻ എന്തെങ്കിലും ഭക്ഷണം ഉണ്ടാക്കി കൊടുത്താൽ മതിയെന്നും ചിരിച്ചുകൊണ്ട് മഞ്ജു പറയുന്നു. ഇതിന് പിന്നാലെ ദിലീപ് കാവ്യയുടെ ഭക്ഷണത്തെക്കുറിച്ച് പറയുന്ന കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. കാവ്യ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും ഇഷ്ടം ചിക്കൻ വെച്ചുണ്ടാക്കുന്ന വിഭവങ്ങളാണ്. ഒരിക്കൽ അവൾ ഉണ്ടാക്കിയിട്ട് പാളിപ്പോയത് പൊങ്കലാണ്. അതിന് ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഉപ്പ് കൂടുതലായിരുന്നു. അത് പിന്നെ ഞാൻ കഴിച്ചു, ഇല്ലെങ്കിൽ നാളെ ഈ പൊങ്കൽ കിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് കുറച്ച് ഉപ്പ് കുറയ്ക്കാമല്ലോ എന്ന് പറഞ്ഞുവെന്നും ദിലീപ് പറഞ്ഞു. കാവ്യ ഇപ്പോൾ എല്ലാ തരത്തിലുമുള്ള ഭക്ഷണം ഉണ്ടാക്കും. പണ്ട് അങ്ങനെ ഒന്നുമില്ല. അന്ന് ചായയും മറ്റുമൊക്കെ ഉണ്ടാക്കുകയുള്ളൂ. ഇതുവരെ ഉണ്ടാക്കേണ്ട ആവശ്യവും ഉണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് എല്ലാം പഠിച്ചത്. കോവിഡ് കാലത്ത് ഞങ്ങൾ ആരും പുറത്തു പോയിട്ടില്ല. കുടുംബം മൊത്തം വീട്ടിലുണ്ട്. 10-13 പേർ വീട്ടിലുണ്ട്. ആരുടെയോ പിറന്നാൾ ദിവസം അത്രയും പേർക്ക് അവൾ ഒറ്റയ്ക്ക് സദ്യ ഉണ്ടാക്കിയെന്നും ദിലീപ് പറഞ്ഞു. ഈ വാക്കുകൾ വളരെ പെട്ടെന്നാണ് വൈറലായി മാറിയിരിക്കുന്നത്. നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയിരിക്കുന്നത്. ഒരാളെ കയ്യിലെടുക്കാനുള്ള ഏറ്റവും നല്ല വഴി രുചിയുള്ള ആഹാരം പാകം ചെയ്ത് കൊടുക്കൽ ആണെന്നും പ്രത്യേകിച്ച് പുരുഷന്മാരെല്ലാം ഭാര്യയുടെ പാചകം ഇഷ്ടപ്പെടുന്നവരായിരിക്കുമെന്നും അമ്മ കഴിഞ്ഞാൽ ഭാര്യയുടെ കൈപുണ്യത്തെക്കുറിച്ച് പറയാനായിരിക്കും അവർക്ക് ഇഷ്ടമെന്നുമാണ് ഒരാൾ കമന്റ് ചെയ്തത്. ലേഡി സൂപ്പർ സ്റ്റാർ ആയിട്ടും മഞ്ജു പാചകത്തിൽ പരാജയമായി പോയല്ലോ എന്നാണ് മറ്റൊരാൾ അഭിപ്രായപ്പെട്ടത്.